ചിലയിടങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ. അവിടെ എത്തുമ്പോ നമുക്ക് മനസ്സിനൊരു പ്രത്യേക സമാധാനവും സന്തോഷമൊക്കെ ആയിട്ടാ. അപ്പോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ശ്രീ മേജർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം പന്മനയിലാണ് കേട്ടോ. എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. അന്ന് മുതൽ എനിക്ക് ഈ ക്ഷേത്രത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ഒരു മൂഢസമർപ്പണം എന്നതാട്ടാ. ഒരു കിളിക്കൂട് പോലെയൊക്കെ ഇരിക്കുന്നത്, അതിനൊരു ഐതിഹ്യമൊക്കെ ഉണ്ട്. അപ്പോ മൂഢസമർപ്പണം വഴി നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെയുള്ള ഒരു വിശ്വാസം ഇവിടെയുണ്ട്. അതിരാവിലെയുള്ള ഈ പ്രാർത്ഥനകളും ചന്ദനത്തിരിയുടെ ഗന്ധവും പോസിറ്റീവ് എനർജികളും എല്ലാം ചേരുമ്പോൾ കിട്ടും നമുക്കൊരു ഫീലില്ലേ, അത് വേറെ തന്നെയാട്ടാ. നമ്മുടെ തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ട് അല്പം നേരം ഇവിടെ വരുന്നത് മനസ്സിന് വലിയൊരു ആശ്വാസം കേട്ടോ. ഒരു വിശ്വാസത്തിനപ്പുറം ഇവിടുത്തെ ശാന്തതയൊക്കെ ആസ്വദിക്കാൻ എനിക്ക് എന്നും വലിയ ഇഷ്ടമാട്ടാ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേക സന്തോഷമൊക്കെ നൽകാൻ നമ്മുടെ ഈ അമ്പലങ്ങളിലൊക്കെ പോകുന്നത്. എനിക്ക് ഈ അമ്പലങ്ങളിലൊക്കെ പോകുന്നത് വളരെയേറെ ഇഷ്ടമുള്ള ഒരു കാര്യം കേട്ടോ. അടുത്ത് നമ്മള് ഹിഡുംബസ്വാമിയുടെ അടുത്തേക്കായിട്ട് പോണം. ഹിഡുംബസ്വാമിയുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ അവിടെ വെറ്റിലി നാരങ്ങയും ദക്ഷിണ കൊടുത്തിട്ട് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമെന്നാണ് അവിടുത്തെ ഒരു വിശ്വാസം. അപ്പൊ അതിനായിട്ടാണ് ഞാനിപ്പം പോകുന്നത്. ഞാനും കുഞ്ഞനും പിന്നെ സൗമ്യയും ഉണ്ണിയുണ്ട് കേട്ടോ. സൗമ്യയാണ് വീഡിയോ എടുക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂട്ടോ. ഞങ്ങൾ ഇങ്ങനെയുള്ള ഈ വീഡിയോസിനൊക്കെ സപ്പോർട്ട് തന്നാലേ ഇനിയുള്ള വീഡിയോസ് ഞങ്ങൾക്ക് ചെയ്യാനൊക്കെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവുള്ളൂ. ഇഷ്ടം മാത്രമല്ല, ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ്. 3 വർഷത്തോളമായി ഞങ്ങളിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോഴും വലിയ റീച്ചും ആൾക്കാർ വലിയ കാണലൊന്നും ഇല്ല. അപ്പോൾ ചിലപ്പോൾ അത് ഞങ്ങളുടെ തെറ്റ് കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പൊ തെറ്റുകളൊക്കെ നിങ്ങൾ ഈ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതൊക്കെ തിരുത്തിയിട്ട് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. ഈ അമ്പലത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ ചവറയിലെ പന്മന എന്ന് പറഞ്ഞ സ്ഥലത്താട്ടാ. നല്ലൊരു ദർശനം കഴിഞ്ഞിട്ട് മനസ്സറിഞ്ഞിട്ട് നമ്മൾ മടങ്ങാട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ഷേത്രം ഏതാണെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.